ഹായ് ഫ്രണ്ട്സ്, ലോഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സുപ്രീം ലോ ഓഫ് ദി കൺട്രി ആണ്. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് 26 നവംബർ 1949 ആൻഡ് കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറയുന്നത് 26 ജാനുവരി 1915 അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യറി ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കണം എന്നും ഇതിൻ്റെ പവേഴ്സും ഡ്യൂട്ടീസും ഫങ്ഷൻസും ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ജസ്റ്റിസ് എങ്ങനെ എൻഷുർ ചെയ്യണം എന്നുള്ളതും ഈക്വാലിറ്റി എന്തായിരിക്കണം എന്നുള്ളതും അതുപോലെ തന്നെ ഓരോ സിറ്റിസൺസിൻ്റെയും ലിബർട്ടിയും എല്ലാം കൃത്യമായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ബാക്ക് ബോൺ ആയിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സൈലന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ട് വരുന്നത് ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് നിലവിൽ എഴുതപ്പെട്ടതിലെ ഏറ്റവും ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെതാണ്. അതിലെല്ലാ പ്രൊവിഷൻസും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഗവേണൻസ് ആയിക്കോട്ടെ, റൈറ്റ്സ് ആയിക്കോട്ടെ, ഡ്യൂട്ടീസ് ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വരുന്നൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ് ആണ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വേരിയസ് സോഴ്സസിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ്. അതായത് ഓരോ രാജ്യങ്ങളിലെ ഓരോ സിസ്റ്റംസ് നമ്മൾ കടമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ യു കെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് നമ്മൾ കടമെടുത്തത് യു കെ എന്നാണ്. ഇനി യു എസ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ കടമെടുത്തത് യു എസ് എയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഇനി അയർലൻഡിൽ നിന്നാണെങ്കിൽ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് അയർലൻഡിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫെഡറൽ സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് അത് നമ്മൾ കടമെടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. അങ്ങനെ നമ്മൾ വേരിയസ് സോഴ്സസിൽ നിന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറിയത്. ഇനി അടുത്ത വരുന്ന ഫീച്ചർ നമ്മുടെ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ്. അതായത് സോവറിൻ കൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഡിപെൻഡന്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമാണെന്നുള്ളതാണ് സോവറിൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി സോഷ്യലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ വെൽഫെയർ ഓറിയന്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണെന്നുള്ളതാണ് സോഷ്യലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സെക്യുലർ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ ഒരു സെപ്പറേറ്റ് റിലീജിയൻ ഇല്ല. നമ്മുടെ രാജ്യത്തിൽ എല്ലാ റിലീജിയൻസും ഉണ്ട്. എല്ലാ റിലീജിയൻ്റെ കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റേറ്റിനായിട്ട് ഒരു സെപ്പറേറ്റ് റിലീജിയൻ ഇല്ല എന്നതാണ് സെക്യുലർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഡെമോക്രാറ്റിക് നോക്കുകയാണെങ്കിൽ നമ്മുടെ അധികാരം എന്ന് പറയുന്നത് ജനങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ജനങ്ങളാണ് ഭരണാധികാരികളായിട്ട് വരുന്നത്. ജനങ്ങൾ തന്നെയാണ് അധികാരം നടത്തുന്നവർ. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ആണ്. ഇനി റിപ്പബ്ലിക് നോക്കുകയാണെങ്കിൽ നമ്മൾ എലക്ട് ചെയ്ത ആൾക്കാരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ഒക്കെ ആവുന്നത്. അപ്പം നമ്മൾ എലക്ട് ചെയ്ത ആൾക്കാരായതുകൊണ്ട് തന്നെ ഇലക്റ്റഡ് മെമ്പേഴ്സ് ആണ് അവിടെ ഹെഡായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് റിപ്പബ്ലിക് ആണെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഫീച്ചറായിട്ട് വരുന്നത് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ് ആണ്. അതായത് നമ്മുടെ രാജ്യത്തിന് സെൻട്രലിനും സ്റ്റേറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള പവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഫെഡറൽ സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മൾ സ്റ്റേറ്റിനെ വെച്ച് നോക്കുമ്പോൾ സെൻറ്ററാണ് കുറച്ചുകൂടി, അതായത് എമർജൻസിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ സെൻറ്ററിനാണ് കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള പവേഴ്സ് വരുന്നത്. പിന്നീട് വരുന്ന ഫീച്ചർ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. അതായത് നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഒരു മോഡലാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്ററിനാണ് ഏറ്റവും ഹയസ്റ്റ് പവർ ആയിട്ട് വരുന്നത്. നമ്മുടെ ഹയസ്റ്റ് ആയിട്ടുള്ള റിയൽ പവർ വരുന്നത്, ഒരു രാജ്യത്തിൻ്റെ റിയൽ കൺട്രോൾ വരുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ കയ്യിലാണ്. പക്ഷേ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മൾ പദവി കൊണ്ട് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്ററെക്കാളും മുകളിലാണെങ്കിൽ നമ്മുടെ ഒരു നോമിനൽ ഹെഡ് മാത്രമാണ് പ്രസിഡന്റ് വരുന്നത്. പവേഴ്സ് മുഴുവൻ വരുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രിട്ടീഷ് മോഡൽ ഫോം ചെയ്തിട്ടുള്ള ഒരു പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ഫീച്ചറായിട്ട് വരുന്നത്. ഇനി പിന്നീട് വരുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഈക്വാലിറ്റി, ഫ്രീഡം, എക്സ്പ്ലോയിറ്റേഷൻ, റിലീജിയൻ, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ പാർട്ട് 3 മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. അതായത് നമ്മുടെ ഗവൺമെന്റ് നമ്മളോട് കുറേ വെൽഫെയർ പോളിസീസും ഗൈഡ് ലൈൻസും ഇറക്കി വെക്കുകയാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. അതായത് ലീഗലി നമ്മളത് ചെയ്യേണ്ട, നിർബന്ധമായിട്ട് നമ്മളത് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ അത് ഫോളോ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഗൈഡ് ലൈൻസ് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ അതിനെ എൻഫോഴ്സ് ചെയ്യാം. അത് നിർബന്ധമായിട്ട് എൻഫോഴ്സ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വെച്ച കുറച്ച് പോളിസീസാണ് DPSPയിൽ വരുന്നത്. അപ്പോൾ അതും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഫീച്ചറാണ്.
പിന്നീട് വരുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു നമുക്ക് സിറ്റിസൺസിന് കുറേ ഫണ്ടമെന്റൽ റൈറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും വേണ്ടേ. ഒരാൾക്ക് റൈറ്റ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരാൾക്ക് റൈറ്റ് കിട്ടണമെങ്കിൽ ഒരു പാലിട്ടാൽ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം. അപ്പം നമുക്ക് റൈറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഡ്യൂട്ടീസും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ വരുന്നത്. അതായത് ഒരു സിറ്റിസന്റെ ഡ്യൂട്ടീസ് ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ വരുന്നത്. അതായത് നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. അതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. അത് 42nd അമെൻമെന്റിന് ശേഷമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നതും ഒരു സൈലന്റ് ഫീച്ചർ ആയിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ അടുത്ത ഫീച്ചർ ആയിട്ട് വരുന്നത് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആണ്. അതായത് നമ്മുടെ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. അവിടെ എക്സിക്യൂട്ടീവിന്റെയും ലെജിസ്ലേച്ചറിന്റെയും ഒന്നും കൺട്രോൾ നമ്മുടെ ജുഡീഷ്യറിയുടെ മേലില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഗാർഡിയൻ ആയിട്ടാണ് നമ്മുടെ ഹയസ്റ്റ് കോർട്ടായിട്ടുള്ള സുപ്രീം കോർട്ടിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയുന്നതും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു സൈലന്റ് ഫീച്ചർ ആണ്. ഇനി അടുത്ത ഫീച്ചർ ആയിട്ട് വരുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. അതായത് ഇന്ത്യയിലെ സിറ്റിസൺ ആയിരിക്കുന്ന ഒരാൾക്ക് ഇന്ത്യയിൽ മാത്രമേ സിറ്റിസൺ ആവാൻ വേണ്ടി പറ്റൂ. അതായത് നമുക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ എന്ന് പറയുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. അതുകൊണ്ട് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നതും ഒരു സൈലന്റ് ഫീച്ചർ ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഫീച്ചർ ആയിട്ട് വരുന്നത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആണ്. അതായത് 18 വയസ്സായ ഒരാൾക്ക് അയാളുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നതും ഒരു സൈലന്റ് ഫീച്ചർ ആയിട്ട് വരുന്ന കാര്യമാണ്. പിന്നീട് വരുന്നത് എമർജൻസി പ്രൊവിഷൻ ആണ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 3 എമർജൻസിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി. അപ്പോൾ ഈ എമർജൻസി പ്രൊവിഷൻസും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു സൈലന്റ് ഫീച്ചർ ആയിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ അടുത്ത ഫീച്ചർ ആയിട്ട് വരുന്നത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, എന്നാൽ അത് കുറച്ച് റിജിഡും ആണ്. അതായത് ഫ്ലെക്സിബിൾ ആണെന്ന് നമ്മൾ പറയുന്നത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ പല ഭാഗങ്ങളും ഈസി ആയിട്ട് അമെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൂടുതൽ പ്രൊസീജിയേഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു പോർഷൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. എന്നാൽ കുറച്ച് കട്ടിയായിട്ടുള്ള കുറച്ച് പോർഷൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അതായത് നമുക്ക് ഒരു സാധനം അമെൻഡ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് നടത്തേണ്ട ആവശ്യമുണ്ട്. അതായത് 2/3 മെജോറിറ്റി വേണം. അതിൽ തന്നെ അങ്ങനെ കുറേ പ്രൊവിഷൻസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് കമ്പൈൻ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കുറച്ച് ഫ്ലെക്സിബിളും ആണ്, എന്നാൽ കുറച്ച് റിജിഡും ആണ്. ഇനി അടുത്ത ഫീച്ചർ ആയിട്ട് വരുന്നത് റൂൾ ഓഫ് ലോ ആണ്. അതായത് നമ്മുടെ രാജ്യത്തിലെ എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. അതായത് എവ്രി വൺ ഈസ് ഈക്വൽ ബിഫോർ ലോ, നോ വൺ ഈസ് എബോവ് ദ ലോ. അതാണ് ഈ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ ആയിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സൈലന്റ് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് സൈലന്റ് ഫീച്ചേഴ്സിന്റെ കൂടെ എഴുതാൻ പറ്റുന്ന കുറച്ച് കേസ് ലോസ് ആണ്. അപ്പോൾ ഈ കേസ് ലോസ് നോക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കേസ് ലോസ് നോക്കാം. അതിൽ ഫസ്റ്റ് ആണ് വരുന്നത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആണ്. അതായത് നിയമം പഠിക്കാൻ വരുന്ന എല്ലാവർക്കും ഏകദേശം ഒരു പരിചയമുള്ള കേസ് ലോ ആയിരിക്കും കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആണ്. അതായത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടുവന്ന കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത്. അതായത് എന്താണ് ഈ ബേസിക് സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് ഫ്ലെക്സിബിളും ആണ്, കുറച്ച് റിജിഡും ആണ്. അപ്പോൾ ഈ റിജിഡുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ടിട്ട് വന്ന ഒരു കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത്. അതായത് പാർലമെന്റിന് അങ്ങനെയൊന്നും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ വെറുതെ അങ്ങ് ചാടി കയറിയിട്ട് അമെൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെ അമെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന് കുറച്ച് പ്രൊസീജിയേഴ്സും കുറച്ച് കാര്യങ്ങളൊക്കെ കമ്പൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബേസിക് സ്ട്രക്ചറായിട്ട് വരുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പാർട്ടും നമ്മുടെ പാർലമെന്റിന് അങ്ങനെയൊന്നും അമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് IC ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആണ്. അതായത് ഈ കേസിൽ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ബേസിക് സ്ട്രക്ചറിന്റെ ഉള്ളിൽ വരുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ നമുക്ക് അമെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അമെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ കേസാണ് ഗോലക്നാഥിന്റെ കേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കേസിൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഇമ്പോർട്ടൻസും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് മിനർവ മിൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഈ കേസിൽ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിൽ ഒരു ബാലൻസ് കൊണ്ടുവന്ന കേസാണ് മിനർവ മിൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്.
അപ്പോൾ അടുത്ത കേസ് എന്ന് പറയുന്നത് മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. നമ്മുടെ ആർട്ടിക്കിൾ 21 ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മീനിങ് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവന്ന കേസാണ് മനേക ഗാന്ധിയുടെ കേസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്തത് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി ആർട്ടിക്കിൾ 21 ഉള്ളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കേസാണ് മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിൻ്റെ കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് കേസ് ലോസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.